കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുതുതായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ണൂരിലെത്തി. മലപ്പുറം ക്രൈംബ്രാഞ്ച് എസ് പി എം.പി. മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണെത്തിയത്. സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, വിശദാംശം. ഷമ്മി, കേരള സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും കേരള പോലീസിനും നാണക്കേടുണ്ടാക്കിയ ഈ കേസിൽ ഇപ്പോൾ പുതിയ അന്വേഷണ സംഘമാണ് ഇന്ന് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. പോലീസിന്റെ കനത്ത വീഴ്ചയിൽ പ്രതി രക്ഷപ്പെട്ട ഈ ഒരു കേസിലാണ് ഇപ്പോൾ പുതിയ അന്വേഷണ സംഘം, കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് നിയോഗിച്ച പുതിയ അന്വേഷണ സംഘം കണ്ണൂരിലെത്തി ചുമതലയേറ്റിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് എസ് പി മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഡിവൈഎസ്പി ജീവൻ ജോർജാണ് അന്വേഷണത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ. IG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഈ സംഘം അന്വേഷണം നടത്തുക. ഇപ്പോൾ കണ്ണൂരിലെത്തിയ ഈ അന്വേഷണ സംഘം നേരത്തെ ഈ കേസ് അന്വേഷിച്ച SP വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. യോഗം കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിനകത്ത് പുരോഗമിക്കുകയാണ്. നേരത്തെ ഈ കേസ് അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ച് കണ്ണൂർ SP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ആയ സുധീർ കല്ലന്റെയും അതോടൊപ്പം തന്നെ CI ശ്രീജിത്ത് കൊടേരിയും നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. ഈ സംഘത്തിനാണ് ഗുരുതരമായിട്ടുള്ള വീഴ്ച, കേരള പോലീസിന് നാണക്കേടുണ്ടാക്കും വിധത്തിൽ 3 മാസത്തിന് ശേഷം അറസ്റ്റ് ചെയ്ത പ്രതിയെ അറസ്റ്റിന്റെ നടപടിക്രമങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് തലശ്ശേരി കോടതി ഈ അറസ്റ്റ് തന്നെ അസാധുവാക്കി വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷവും കോടതിയിൽ നാടകീയ രംഗങ്ങളിൽ പോലീസ് നടത്തി ഈ പ്രതിയെ കോടതി വളപ്പിൽ വെച്ച് പിടിച്ചുകൊണ്ടുപോവുകയും പിന്നീട് അരമണിക്കൂറിന് ശേഷം വീണ്ടും റിലീസ് ചെയ്യുകയും ചെയ്യേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ ഈ പോലീസിനെതിരെയുള്ള ആരോപണം, ശക്തമായ ആരോപണം ഉയർന്നിരുന്നു. ഇതിനകത്ത് ഒരു ഒത്തുകളി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ള അതിശക്തമായ വിമർശനം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ആ അന്വേഷണ സംഘം ഇന്ന് കണ്ണൂരിൽ കേസന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയപ്പോൾ യോഗം പുരോഗമിക്കുകയാണ്. ഷമി, സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.